നല്ല സിനിമയാണ്. അത് VFX ചെയ്തേക്കുന്നത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു മഹാഭാരതം അവരൊക്കെ പുള്ളിനെ കൊണ്ട് എടുക്കാൻ പറ്റുമല്ലോ, അടിപൊളിയായിട്ടാണ്. നല്ല കഥ VFX അതുപോലെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. പ്രഭാസം എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം, അടിപൊളിയാണ്. കുഴപ്പമില്ലായിരുന്നു. കമൽഹാസൻ സാറിൻ്റെയും പിന്നെ ശോഭന ചേച്ചിയുടെയും അതേപോലെ പ്രഭാസിൻ്റെയും അഭിനയം വളരെ മികച്ചായിരുന്നു. ഇതുപോലത്തെ ആധുനിക യുഗത്തിലെ വളരെ നല്ല നല്ല സിനിമകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, ആദ്യമായിട്ട് ഒന്ന് കണ്ട ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക് ടോട്ടലി ഡിസാറ്റിസ്ഫൈഡാണ്. കാര്യം എന്താണ് കഥയെന്നുള്ളത് ഇവരതിൽ പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നു. പിന്നെ ഈ യുഗത്തിൽ എന്തൊക്കെയോ, പിന്നെ എന്താ നമ്മൾ പറയുക, ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് അത് ഗ്രാഫിക്സിൻ്റെ രൂപത്തിൽ കാണിക്കും. അല്ലാതെ നമുക്ക് കഥ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. ഒരു കഥ ഒരു സിനിമയ്ക്ക് വേണ്ട തീമാണ്. അപ്പോൾ തീമൊന്നും ഇതിലില്ല. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ടോട്ടലി ഒരു നെഗറ്റീവാണ്. തമിഴ് ഡബിങ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണോ? ലാംഗ്വേജ് ഓക്കെ, നല്ല പ്യുവർ ലാംഗ്വേജ് ആണ്. പക്ഷെ ഇവരെന്താ ഇതിൽ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്താ പറയുക, നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്തു. ഒരു കുറച്ചും കൂടി കോമ്പാക്റ്റ് ആവായിരുന്നു. ബാക്കി വിഷ്വലി എല്ലാം സ്റ്റാൻഡിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പ്രഭാസിൻ്റെ അത്രയും പോസിറ്റിവിറ്റി കേട്ടിട്ടാണ് വന്നത്, ആ ഒരു ഹൈപ്പ് ആയിട്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെ അത്ര ഒരു ഞാൻ പറയില്ല, ആ ഒരു സ്ട്രെച്ച് ചെയ്തൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കോമ്പാക്റ്റ് തോന്നിയില്ല. അത് പറയുള്ളൂ. നല്ല ഇതായിട്ടാണ് തോന്നിയത്. അമിതാഭ് ബച്ചൻ്റെ ഗ്രാഫിക്സ് അല്പം മോശമായിട്ട് തോന്നി. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ സൂപ്പറാണ്, നല്ല മൂവിയാണ്. പിന്നെ മേക്കിംഗ് എല്ലാം കൊള്ളാം, വിഷ്വലി നല്ല ട്രീറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ ക്യാരക്ടേഴ്സും നല്ല കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഓരോ നമുക്ക് ചെറിയൊരു അധികം സ്റ്റാർ വാല്യൂസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടി അവർക്കൊക്കെ നല്ല വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ മഹാഭാരത ടച്ച് ഇതിലോട്ട് കൊണ്ടുവന്നതും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത പാട്ടൊക്കെ വരുമ്പോൾ ഇനി അറിയാം. ഇതുവരെ നല്ല മൂവിയാണ്, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല. അറിഞ്ഞാണോ വന്നാലും അറിയാതെയാണോ വന്നത് ഇന്നലെയുള്ള? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രെയിലർ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല, കാണാതെയാണ് ഞാൻ വന്നത്. റിവ്യൂ നമ്മൾ കേൾക്കാതെയാണ് ഞാൻ പടം കാണാൻ സാധാരണ വരാറുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു. പടം നന്നായിട്ടുണ്ട്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെക്നിക്കലി ഭയങ്കര നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി. ഫാമിലി ആയിട്ടാണ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. അല്ല, ഞാൻ ഒരു റിപ്പോർട്ടും കണ്ടില്ല, ട്രെയിലറും കണ്ടില്ല. ജസ്റ്റ് ട്രോള് മീംസൊക്കെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഓർമ്മയിൽ വന്നതാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രഭാസിൻ്റെ ഇൻട്രോ സ്ഥലത്ത് ചെറിയൊരു ലാഗ് പോലെ തോന്നും. കാരണം ചില കോമഡികൾ നമുക്ക് വർക്കൗട്ട്, ഡബ്ബിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, കോമഡിയുടെ വർക്കൗട്ട് ആവാതെ തോന്നി. അതല്ലാതെ പടം ത്രൂ ഔട്ട് വലിയ ലാഗൊന്നുമില്ല, നമ്മൾ പിടിച്ചെടുക്കുന്ന രീതിയിലെല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫും മോശമൊന്നുമല്ല, ആ ഒരു തുടക്കം സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ആ വേൾഡിലോട്ട് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ